ഇന്ന് കുറേ മീൻ കിട്ടിയത് ഞാൻ വാങ്ങിച്ചല്ല, മോൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അവൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴും വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അവൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ വൈകുന്നേരങ്ങൾ ഇതേപോലെ മീൻ കൊണ്ടിട്ടിരിക്കും. അങ്ങനെ ഇന്ന് എൻ്റെ കൂടെ ചോദിച്ചു മീൻ വേണമെന്ന് ചോദിച്ചപ്പോഴേ അതൊക്കെ മീനുണ്ടെന്ന് ചോദിച്ചപ്പോൾ മത്തി, ശീലാവ്, പാരയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞെങ്കിൽ ശീലാവും പാരയും മാത്രം മതിയെന്നാണ് പറഞ്ഞത്. അവൻ പിന്നെ 1/2 കിലോ മത്തിയും കൂടെ വാങ്ങിച്ച്. ഇതൊരു 250 രൂപ മീനാണ്. ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ വൈകിട്ട് 7 മണിയായി. പിന്നെ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തപ്പോൾ 8:30 9 മണിയായി. പിന്നെ ഞാൻ കറി വയ്ക്കാനൊന്നും നിന്നില്ല. ഇത് എല്ലാം കുറേശ്ശെ എടുത്ത് ടിന്നിലാക്കി ഫ്രിഡ്ജിലോട്ട് മാറ്റി. പിന്നെ കുറച്ച് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്ത്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ പിന്നെ ഒരു മസാലയ്ക്ക് വേണ്ടി ഒരു മിക്സിയുടെ ജാറിൽ ഇഞ്ചി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത്തിരി ഉപ്പ്, എന്നിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ഈ അരച്ചെടുത്ത മസാല നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീനിൽ എല്ലാം നന്നായിട്ടൊന്ന് പുരട്ടി കൊടുത്തിട്ട് മസാല എല്ലാം ഇതിൽ പിടിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുത്ത്. അങ്ങനെ മസാലയൊക്കെ പിടിച്ചതിന് ശേഷം പിന്നെ ഒരു ഫ്രൈ പാൻ എടുത്തു. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ആ എണ്ണ ഇതിൽ നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം നല്ലൊരു മണത്തിന് വേണ്ടി 2 കറിവേപ്പിലയും കൂടെയൊക്കെ അതിലോട്ട് ഇട്ട് കൊടുത്ത് മസാല പുരട്ടി വെച്ചേക്കുന്ന മീൻ ഇതിലോട്ട് വെച്ച് കൊടുത്ത് എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഒരു പാനിലിട്ട് അങ്ങ് പൊരിച്ചെടുക്കുകയാണ്. സമയമില്ല, ഒറ്റ ട്രിപ്പിലങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം വാരി അതിലോട്ടിട്ട് പിന്നെ കുറച്ച് കപ്പ ഇരുന്ന് കേട്ടോ, അതും ഒരു കുക്കറിലോട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാൻ വെച്ച്. അങ്ങനെ ഇപ്പോഴും നമ്മൾ ആ മത്തിയല്ല മീനെല്ലാം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ കപ്പയും വെന്ത്, കപ്പ കുറച്ച് 2 വിസിൽ കേൾക്കാനുള്ള സ്ഥലത്ത് 3 വിസിലായിപ്പോയി. കപ്പ കുറച്ചൊന്ന് വെന്തു, എന്നാലും കുഴപ്പമില്ല, നമുക്ക് കഴിക്കാനല്ലേ. അങ്ങനെ അടിപൊളി കപ്പയും മീനും റെഡിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ലേ.